സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ പഠിച്ചു. ഒന്ന്, ഈ പറയുന്ന ട്യൂണിംഗ് ഫോർക്ക് എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു അല്ലേ. എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി ഈ പറയുന്ന സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്താൽ വൈബ്രേഷൻ ഓഫ് എ സ്ട്രിങ് കോസസ് എന്ത് സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, പിന്നെ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് ഓർക്കുന്നുണ്ടോ? ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായി ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്താണ് അതിന് എന്തിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, സൗണ്ട് വേവ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും, ആ സൗണ്ട് വേവ് ഇവിടെ നമ്മൾ തൂക്കിയിട്ട് ആ ഒരു പെൻഡലം ഉണ്ടല്ലോ അതിൻ്റെ ബോബിൽ പോയി ഇടിച്ചിട്ട് ബോബിനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് എപ്പോഴാണോ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ തീരുന്നത് അപ്പം ബോബിൻ്റെ വൈബ്രേഷനും തീരും. അങ്ങനെയാണ് അവിടുത്തെ ആ ഒരു പരിപാടി വരുന്നത്. സോ അതാണ് വൈബ്രേഷൻ. ഇനി ഡ്രംസിൻ്റെ കേസ് എടുത്താൽ അങ്ങനെയാണ്. ഡ്രംസും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ട്രിങ്ഡ് ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? വിസിൽ അവിടെ എന്താണ്, അവിടെ സോഴ്സ് എന്ന് പറയുന്നത് വിസിലാണ്, മീഡിയം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ആ എയറാണ്. എയർ വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ചെവിയിൽ ആ ഒരു സൗണ്ടും കാര്യങ്ങളും നമ്മളിങ്ങനെ കേൾക്കും. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രം ഞാൻ വരയ്ക്കാം. ഓക്കെ, ഇതൊരു ഡ്രം ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു ഡ്രമ്മാണ്. സോ ഈ ഡ്രമ്മിനെയാണ് നമ്മളിങ്ങനെ കൊട്ടുന്നത്. ഈ ഡ്രമ്മിനെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും വെച്ച് സ്റ്റിക്കോ മറ്റോ വെച്ച് കൊട്ടുമ്പം ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റിക്ക് വെച്ച് എന്താ ഞാൻ പറഞ്ഞത്, എന്നിട്ട് ഇവിടെ ആൾ നിൽക്കുകയാണെന്ന് വെച്ചോ. സോ ഇതാണ് ഒരാൾ. സോ ഇയാളുടെ കയ്യിൽ എന്തുണ്ട്, ഒരു സ്റ്റിക്കുണ്ട്. ഈ സ്റ്റിക്ക് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു കമ്പ് വെച്ച് ഈ ഡ്രമ്മിലിട്ട് കൊട്ടുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിക്ക് വെച്ച് കൊട്ടുക, അപ്പം സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ആക്കുക, അതെന്ത് എനർജിയാണ്? ഈ പുള്ളിക്കാരന് ഈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കൊട്ടുന്നു, ഹിറ്റിംഗ് വിത്ത് ദ സ്റ്റിക്ക്, അതെന്ത് എനർജിയാണ് അവിടെ? അത് മെക്കാനിക്കൽ എനർജി അല്ലേ? സോ കൊട്ടുക എന്ന് പറയുന്നത് എന്താണ്, അതൊരു മെക്കാനിക്കൽ എനർജിയാണ്. പുള്ളി മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്താണ് ഈ സ്റ്റിക്കിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. സോ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, സ്റ്റിക്ക് ഈ മെംബ്രെയിനിൽ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എയർ ഉണ്ടല്ലോ, ഈ എയർ എന്ത് ചെയ്യും, മേലോട്ട് താഴോട്ട് ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. എയർ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വെളിയിലോട്ട് സൗണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഇവിടെ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും, വൈബ്രേഷൻസ് ഉണ്ടാവും. ആ വൈബ്രേഷൻ എന്തായിട്ട് മാറും, സൗണ്ടായിട്ട് കൺവേർട്ടായിട്ട് ഇങ്ങനെ അങ്ങ് മാറും. സോ ഇതാണ് ഇവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്. സോ ഇവിടെ ആക്ച്വലി മെക്കാനിക്കൽ എനർജി വേണം എന്തിന്, സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ശരിയല്ലേ? സോ മെക്കാനിക്കൽ എനർജി. സോ നമുക്കപ്പം പറയാം, മെക്കാനിക്കൽ എനർജി is required to start vibration in a body producing sound. സോ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു സൗണ്ട് പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഒരു ബോഡിയിൽ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് എന്ന് നമുക്ക്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സോ മെക്കാനിക്കൽ എനർജിയാണ്, നമുക്കൊരു മെക്കാനിക്കൽ എനർജി വേണം എന്തിന്, ഈ പറയുന്ന സൗണ്ടിനെയും കാര്യങ്ങളെയൊക്കെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. സോ മെക്കാനിക്കൽ എനർജി ഈസ് റിക്വയർഡ് ഫോർ ദി പെർട്ടിക്കുലർ പർപ്പസ് ഓഫ് പ്രൊഡ്യൂസിങ് സൗണ്ട്. ഓക്കെ, എന്തെങ്കിലും നമ്മൾ ഏത് കേസ് എടുത്താലും ശരിക്കും അവിടെ മെക്കാനിക്കൽ എനർജി വരുന്നുണ്ട്. നേരത്തെ ആ എക്സ്പെരിമെൻറ്റ് എന്ത് ചെയ്യും, ട്യൂണിംഗ് ഫോർക്ക് എവിടെയാ എന്ത് ചെയ്ത് സെക്കൻഡേ, ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു പറഞ്ഞില്ലായിരുന്നോ, സിത്താർ വൈബ്രേഷൻ ഓഫ് ഡം, ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ട്യൂണിംഗ് ഫോർക്കിൽ നമ്മൾ എന്താ ചെയ്തേ, ട്യൂണിംഗ് ഫോർക്കിൽ എന്താണ്ടേ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്, ഹാമർ ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു മെക്കാനിക്കൽ എനർജി നമ്മൾ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, ഇത് വൈബ്രേറ്റ് ചെയ്തതും അവിടെ നിന്ന് സൗണ്ടുകൾ ഇങ്ങനെ വെളിയിലേക്ക് വന്നതും. എവിടെ വേണമെങ്കിലും നോക്കിക്കോ, എവിടെ വേണമെങ്കിലും അതൊരു മെക്കാനിക്കൽ എനർജിയാണ്. അതാണ്ടേ ഇങ്ങനെ വന്നു, നമ്മൾ എന്ത് ചെയ്തു, ഇത് വെച്ച് ഇങ്ങനെ തട്ടി വിട്ടു, അതെന്താണ്, മെക്കാനിക്കൽ എനർജിയാണ്. വേറെ എന്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്, ഏതാണ്ട് ഇവിടെ ഈ ഒരു ട്രെയിൻ പോയപ്പം ആ ട്രെയിനിൻ്റെ ഈ ഒരു വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, മെക്കാനിക്കൽ എനർജിയാണ്. ആ എൻജിൻ കാരണം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പം സൗണ്ട് ഉണ്ടായി. സോ അതൊക്കെ നമ്മുടെ ഈ ഒരു
ബ്ലൂ വെയിൽ സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെ സോഴ്സ് നമ്മൾ സംസാരിക്കുന്നു. ത്രോട്ടിൽ എന്താ നടക്കുന്നത്? ത്രോട്ടിൽ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ നമ്മുടെ ത്രോട്ടാണെങ്കിലും ബ്ലൂ വെയിലിൻ്റെ ആണെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നതും സൗണ്ട് ഉണ്ടാകുന്നത്. സോ എപ്പോഴും ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് എവിടെ കേട്ടാലും ഓർത്തോണം, ഒരു മെക്കാനിക്കൽ എനർജിയാണ് അവിടെ സംഭവിക്കുന്നത്. ആ മെക്കാനിക്കൽ എനർജിയാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെ ഒരു മെക്കാനിക്കൽ എനർജി വേണം നമുക്കൊരു സൗണ്ടും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻ്റ് നോക്കാം. എക്സ്പെരിമെൻറ്റിൻ്റെ പേര് വന്നിട്ട് ബെൽ ജാർ എക്സ്പെരിമെൻറ്റ്. സോ ബെൽ ജാർ എക്സ്പെരിമെൻറ്റ്. അപ്പം ഈ എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെ കാണും? ഇതിനകത്തൊരു ബെല്ലും കാണും, ഇവിടെ ഒരു ജാറും കാണും. ഓക്കെ, സോ നമ്മൾ 3 സിറ്റുവേഷൻസിലാണ് ഈ ഒരു സെയിം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ പാരറ്റസ് എന്ന് പറയുന്നത് ദാണ്ട് ഇവനാണ്. സോ നമുക്ക് ആദ്യം ഒരു ജാറ് വേണം. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ജാർ എടുത്തു. ഇതാണ് നമ്മുടെ ജാർ. നമ്മുടെ ഈ പിക്കിളൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അതുപോലത്തെ ഒരു ജാർ എടുത്തു. ഇനി ഈ ജാറിൻ്റെ അകത്ത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് നമുക്കൊരു ഹാമർ പോലൊരു സാധനമുണ്ട്. ഓക്കെ, ഇതൊരു കാർഡ് എടുക്കാം. ഇത് ഹാമർ പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം. ഓക്കെ, ഈ ഒരു സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ഹാമറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇവിടെ ഒരു ഇലക്ട്രിക് ഡിവൈസ് ഉണ്ട്. ആ ഇലക്ട്രിക് ഡിവൈസ് ഇങ്ങനെ ഒരു സർക്യൂട്ടിലോട്ട് ഒരു പോസിറ്റീവ് സെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സെല്ലിലോട്ടോ ഒക്കെ കണക്ട് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഡിവൈസ് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ എന്തുണ്ട്? ഇതിൻ്റെ അകത്ത് ഇനി ഒരു ബെല്ലും കൂടിയുണ്ട്. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ബെല്ലുണ്ട്. ഓക്കെ, ഇതൊരു ബെല്ലാണ്. ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹോള് എപ്പോഴും ഒന്നും ഓപ്പൺ ആക്കത്തില്ല, ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ഈ ട്യൂബ് വന്നിട്ട് ഒരു പമ്പിലോട്ടും കൊടുത്തേക്കുക. ഓക്കെ, ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ബെൽ ജാർ എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ കേസ് നമ്മൾ സാധാരണ കേസാണ്. സോ സാധാരണ കേസ് കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇത് ക്ലോസ്ഡ് ആണേ. ഇത് ക്ലോസ്ഡ് ആണ്. ഇവിടെ എയർ ആയിരിക്കും ഉള്ളത്. ഈ ഒരു സ്പേസിൽ നിറച്ച് എന്തായിരിക്കും? എയർ ആയിരിക്കും ഫിൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ ആ ഒരു കേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു സമയത്ത് നമ്മളിവിടെ സ്വിച്ച് ഓൺ ആക്കും. ഇവിടെ വേണേൽ ചെറിയൊരു സ്വിച്ച് കൊടുത്തോ. എങ്ങനെ സ്വിച്ച് കൊടുക്കുന്നത്? വേണ്ടേ, ഇവിടെ ഇങ്ങനെ ഇത് ഓക്കെ. ഞാൻ ഈ ഹെഡിങ് അങ്ങ് വെക്കുക, ഈ ഒരു ഭാഗം കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണിക്കാം. സോ ഇങ്ങനെയാണ് കണക്റ്റിംഗ് വയറുണ്ട് നമുക്ക്. സോ കണക്റ്റിംഗ് വയർ വെച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെയും ഒരു കണക്റ്റിംഗ് വയർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ സെല്ലും കാര്യങ്ങളും പോകുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്വിച്ച് ഇടാം. സ്വിച്ചോ അല്ലേ, വേണ്ട, സ്വിച്ച് വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ, പോട്ടെ, സ്വിച്ച് കിടക്കട്ടെ. സോ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്വിച്ചും കാര്യങ്ങളും ഉണ്ട്. ഇതെന്താണ് ആക്ച്വലി? ഇതൊരു മോട്ടർ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സാധനം. ഇതൊരു മോട്ടറാണ്. ഓക്കെ, ഈ മോട്ടറിനെ അറ്റാച്ച് ചെയ്തേക്കാണ് ഈ ഒരു ഹാമർ. ഇതെന്താണ്? ഇതൊരു ഹാമറാണ്. സോ ദിസ് ഓവർ ഹിയർ ഈസ് നത്തിങ് ബട്ട് എ ഹാമർ. ഇതൊരു ഹാമറാണ്. ഓക്കെ, പാരറ്റസ് അല്ലെങ്കിൽ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഈ ഒരു നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഈ ഒരു എന്താ ബെൽ ജാർ എക്സ്പെരിമെൻറ്റിൻ്റെ. സോ നമുക്കൊരു മോട്ടറുണ്ട്. ആ മോട്ടറിൻ്റെ അറ്റത്ത് ഒരു ഹാമർ കണക്ട് ചെയ്തേക്കുവാണ്. ഹാമറിൻ്റെ അറ്റത്തൊരു ബെല്ലുണ്ട്. ഒരു ബെല്ല് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി ഇത് മൊത്തം ഒരു ജാറാണ്. ഈ ജാറിൻ്റെ ഈ ഒരു അറ്റത്തൊരു ഹോളുണ്ട്. ആ ഹോള് ഇപ്പം നമുക്ക് ക്ലോസ്ഡ് ആണ്, പക്ഷേ ആ ഹോൾ വേണമെങ്കിൽ ഓപ്പൺ ആക്കാം. സോ ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബുണ്ട്. ട്യൂബ് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു പമ്പുണ്ട്, ഒരു സെക്ഷൻ ഒരു പമ്പ്, എയറിനെ സക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആണെങ്കിൽ ഒരു മോട്ടറാണ്. മോട്ടർ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു എനർജി സോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ട്. സോ ആദ്യത്തെ കേസിൽ എന്താണ്? ഇവിടെ മൊത്തം എയറാണ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. ശരിയല്ലേ? മൊത്തം എയറുണ്ട്. ഇനി എയർ ആയിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്തു. സോ ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വിച്ച് ഇപ്പം ഓണാണ്. സ്വിച്ച് ഓൺ ആണെങ്കിൽ ദാണ്ട് ഇവിടെ പോസിറ്റീവ്, ഇവിടെ അല്ലേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്. ഓർമ്മയുണ്ടല്ലോ? സോ ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. എങ്ങനെ? ഇങ്ങനെ വന്ന് ഇതുവഴി ഇങ്ങനെ വന്ന് ഹാമറിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്തിട്ട് ദാണ്ട് ഈ എൻഡിലൂടെ ഇങ്ങനെ വന്ന് നെഗറ്റീവിലോട്ട് പോകും. സോ ഇങ്ങനെയാണ് കറണ്ട് ട്രാവലും കാര്യങ്ങളും നടക്കുന്നത്. സോ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ സംഭവിക്കുന്നത് സ്വിച്ച് ഓൺ അല്ലേ, സ്വിച്ച് ഓൺ ആയപ്പോഴത്തേക്കും കറണ്ട് വന്നു, മോട്ടർ വർക്ക് ചെയ്യും. മോട്ടർ വർക്ക് ചെയ്യുമ്പം മോട്ടർ എന്ത് ചെയ്യും? ഈ ഹാമറിനെ ഇങ്ങനെ മേലോട്ട് താഴോട്ട് ഇങ്ങനെ ഇടിപ്പിക്കും. ഓക്കെ, അല്ലെ, അങ്ങനെ ഇടിപ്പിച്ച് ഒരു സൗണ്ട് അല്ലെ, ഇടിച്ച് കഴിയുമ്പം ആ ഹാമർ ഏതിലാണ് ഇടിക്കുന്നത്? ആ ഹാമർ വന്നിട്ട് ബെല്ലിലാണ്. ഈ താഴെ നിന്നുള്ള ഈ ഒരു ബെല്ലിലാണ് ഹാമർ ഇടിക്കുന്നത്. ബെല്ലിൽ ഇടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്ത് എനർജിയാണ്? ഹാമർ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ തന്നെ അതെന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. അവിടെ
മെക്കാനിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത്. ആ മെക്കാനിക്കൽ എനർജി ഹാമർ ബെല്ലിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ബെല്ലിലിടിക്കുന്നു. ബെല്ലിലിടിക്കുമ്പോൾ ബെല്ലെന്ത് ചെയ്യും? ബെല്ല് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. ബെല്ല് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. ബെല്ല് വൈബ്രേറ്റ് ചെയ്താൽ എന്താ അവിടെ ഉണ്ടാവുന്നത്? ബെല്ല് വൈബ്രേറ്റ് ചെയ്താൽ സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. ശരിയല്ലേ? നല്ല ഹൈ വോളിയത്തിൽ സൗണ്ട് നമുക്ക് കേൾക്കാം. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂൾ ബെല്ല് സെയിം പ്രോസസ്സാണ്. സ്കൂൾ ബെല്ല് അവിടെ ഒരു ബെല്ലിൻ്റെ സ്ട്രക്ചറുണ്ട്, അറ്റത്തൊരു ഹാമറുണ്ട്. ആ ഹാമറിൽ വന്ന് ഈ ഒരു ബെല്ലിൽ വന്ന് ഹാമർ കൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കും. മെറ്റലിൻ്റെ പ്രോപ്പർട്ടി സൊണോറിറ്റി, ഓർമ്മയുണ്ടോ? സൊണോറിറ്റി എന്നൊരു പ്രോപ്പർട്ടി. സൊണോറിറ്റി, ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ബീങ് ഹിറ്റ് ബൈ എ ഹാർഡ് ഒബ്ജക്റ്റ്. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. ഇത് ബെല്ലെന്ന് വെച്ചാൽ സൊണോറിറ്റി ഒരു മെറ്റൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഹാമർ വെച്ചിടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബെല്ല് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ബെല്ല് കിടന്ന് വൈബ്രേറ്റ് ചെയ്താൽ ആ വൈബ്രേഷൻ എന്തിനെ ഉണ്ടാക്കും? സൗണ്ട് എനർജി. ഏതാണ്ട് ഈ കാണുന്നതാണ് സൗണ്ട് എനർജി. സൗണ്ട് എനർജിയെ അത് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഈ ഓർത്തോണം, ഇതാണ് ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ്, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഈ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, എയറാണ് നമ്മൾ ഫില്ല് ചെയ്ത്. രണ്ട്, ദാണ്ട് ഈ ഒരു പമ്പിൻ്റെ ഈ ഒരു ഹോൾ നമ്മൾ അടച്ചേക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമുക്ക് നല്ല സൗണ്ട് കേട്ടു. പുറത്ത് നിന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? നല്ല ഒരു സൗണ്ടാണ് പുറത്ത് നിന്ന ആൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. ഇതാണ് ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എയറാണ് ഓർത്തോണം, ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് എയറാണ്. എയർ നല്ല ആവശ്യത്തിന് ധാരാളം ഇതിന് ചുറ്റുമുണ്ട്. ആ കേസിൽ, ആ കണ്ടീഷനിൽ എന്തായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? എയർ നല്ലോണം ഉണ്ട്. ഓക്കെ, എയർ ഈസ് പ്രസൻറ്റ്, എയർ ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദി ജാർ. എയർ വന്നിട്ട് ജാറിൻ്റെ അകത്ത് പ്രസൻ്റ് ആണ്. ആ സമയത്ത് നമുക്ക് എന്താണ്? സൗണ്ട് ഈസ് ഹേർഡ്. സൗണ്ട് നല്ല വൃത്തിക്ക് കേൾക്കാനായിട്ട് പറ്റും. സൗണ്ട് ഈസ് ഹേർഡ്. വെളിയിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഈ ബെല്ലടിക്കുന്ന സൗണ്ട് വെളിയിലോട്ട് നല്ല വൃത്തിക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ സൗണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഗ്ലാസ്സിലൂടെ കടന്ന് വെളിയിലോട്ട് പോയി വെളിയിൽ നിൽക്കുന്ന ആൾക്ക് അത് കയറാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ കേസിൽ നമുക്ക് മനസ്സിലായ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സെനേറിയോ നോക്കാം. രണ്ടാമത്തെ സെനേറിയോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാണ്ട് ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഈ ഒരു ട്യൂബ് ചെറുതായിട്ടൊന്ന് തുറന്നു കൊടുക്കും. ഞാൻ തുറന്നു കൊടുത്തോട്ടെ. ഈ ഒരു ട്യൂബ് ഞാൻ ചെറുതായിട്ടൊന്ന്, കണ്ടോ, ചെറുതായിട്ട് ഞാനിതൊന്ന് തുറന്നു കൊടുത്തു. ഇത് കാര്യമായിട്ട് തുറന്നു. ഞാനിവിടെ ചെറുതായിട്ടേ തുറക്കുന്നുള്ളൂ. കണ്ടോ, കുറച്ച് ഗ്യാപ്പേ ഉള്ളല്ലോ. സോ ഇവിടെ ഈ ഒരു ട്യൂബ് ഞാൻ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഇതിനെ ഞാനൊന്ന് തുറന്നു കൊടുത്തു. അങ്ങനെ തുറക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ എയർ എന്ത് ചെയ്യും? എയർ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെളിയിലൂടെ ഇങ്ങനെ പോകും. കാരണം എന്താ? ഇവിടെ ഒരു പമ്പാണ്. ഈ പമ്പിൻ്റെ പ്രത്യേകത എന്താ? പമ്പ് എയറിനെ സക്ക് ചെയ്യും. സക്ഷൻ പമ്പാണ്. സക്ക് ചെയ്ത് ഉള്ളിലോട്ടിങ്ങനെ സക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള എയറിനെ എല്ലാം ഇങ്ങനെ സക്ക് ചെയ്യും. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു സെക്കൻഡ് സെനേറിയോ അല്ല, ചെറിയ രീതിയിലേ തുറന്നിട്ടുള്ളൂ. അപ്പം ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു? എയർ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പോവാം. എയർ അകത്തുണ്ടോ? ഉണ്ട്. പക്ഷെ നേരത്തെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് അത്രയില്ല. കാരണം ഇപ്പം ഈ പമ്പ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ തോതിൽ എയറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി, ഇപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ 100% എയർ ആണെങ്കിൽ ഇപ്പം നോക്കുമ്പം ചിലപ്പോൾ ഒരു 80, 70 ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറഞ്ഞ് വരിക. അപ്പോൾ കുറഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? വെളിയിലൊരാൾ നിൽക്കുകയാണെങ്കിൽ ആ ആൾ അപ്പോഴും സെയിം ആണ്. ഇവിടുത്തെ പ്രോസസ്സ് ഒന്നും മാറിയിട്ടില്ല. അപ്പോഴും ഇവിടെ സ്വിച്ച് ഓൺ ആണ്. സ്വിച്ച് ഓൺ കാരണം ഇവിടെ എന്ത് ചെയ്യും? മോട്ടർ വർക്ക് ചെയ്യും. മോട്ടർ വർക്ക് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും? ഹാമർ അടിച്ചുകൊണ്ടേ ഇരിക്കുക. മാറ്റമൊന്നുമില്ല. ഈ മേളത്തെ ആ ഒരു നിലയിൽ മാറ്റവും കാര്യങ്ങളൊന്നും തന്നെയും വരുന്നില്ല. ഹാമർ വെച്ച് ബെല്ലിനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ബെല്ല് സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അവിടെ മാറ്റവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇവിടെ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഇങ്ങനെ കുറഞ്ഞു വരിക. എയറിൻ്റെ ക്വാണ്ടിറ്റി, ആ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ആ സമയത്ത് പുറത്തൊരാൾ നിൽക്കുവാണെങ്കിൽ പുള്ളിക്കാരന് ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ കേട്ട പോലെ ആയിരിക്കത്തില്ല ഇവിടുത്തെ ഇപ്പോൾ ഈ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ കേൾക്കുന്നത്. എങ്ങനെ ആയിരിക്കും? സൗണ്ട് കുറഞ്ഞതുപോലെ പുള്ളിക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് കാര്യം? കാരണം എയർ എന്ന മീഡിയം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു മീഡിയം ഇല്ല. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ എയർ നിറച്ചായിരുന്നു. അതുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന ആൾക്ക് നല്ലതുപോലെ സൗണ്ടും കാര്യങ്ങളും കേൾക്കാം. പക്ഷേ ഇപ്പം എന്ത് ചെയ്യുന്നു? സൗണ്ട് അല്ലെ എയറിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഇവിടെ നമ്മളൊരു പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പമ്പ് എയറിനെ ഇതുവഴി ട്യൂബ് വഴി സക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ എയർ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മേളത്തിൽ ഒരു മാറ്റവും ഇല്ല. സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇത് ഓഫ് ആക്കുന്നേ ഇല്ല. സ്വിച്ച് ഓണാ, മോട്ടർ കിടന്ന് വർക്ക് ചെയ്യുക, ഹാമർ കിടന്ന് ഇടിക്കുക, ബെല്ല് കിടന്ന് സൗണ്ട് ഉണ്ടാക്കുക, വൈബ്രേറ്റ് ചെയ്യുക. മെക്കാനിക്കൽ എനർജി കാരണം ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷൻ എന്ത് ചെയ്യുന്നു? സൗണ്ട് വേവ്, സൗണ്ട് എനർജി ആയിട്ട് വെളിയിലോട്ട് പോകുന്നു. ഒള്ളി വ്യത്യാസം, ഒള്ളി ഡിഫറൻസ് ഇസ് വെളിയിൽ നിൽക്കുന്ന ആൾക്ക് നോക്കുമ്പം ഇപ്പം സൗണ്ട് കുറയുന്നതായിട്ട് തോന്നും. കാരണം
എയറിന് സഞ്ചരിക്കാൻ ഇവിടെ ഒരു മീഡിയം ഇല്ല. മീഡിയം കുറയുക. ഉള്ള മീഡിയം ഉണ്ട്, ഇല്ല എന്നല്ല. ആ മീഡിയം ആണ് എയർ. ആ എയറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. അതുകൊണ്ട് എയറിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള എയറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പം ഉണ്ടാവുന്ന സൗണ്ടിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അതും കുറയും. മനസ്സിലായോ? സോ മീഡിയം കുറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇത് മൊത്തം തീർന്നില്ല, സക്ക് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അതനുസരിച്ച് സൗണ്ടും എന്ത് ചെയ്യുന്നു, കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ. ഓക്കെ.